അത് എല്ലാറ്റിനെയും മതവൽക്കരിക്കുക എന്നുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് UDF അങ്ങനെ ഒരു പ്രചാരവേല നടത്തുന്നത്. ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇത്തരം കലണ്ടറുകൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. നേരത്തെ ഈ നമ്മുടെ വാർഷിക കലണ്ടർ വരുമ്പോൾ ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഡേറ്റുകൾ മാറും സാധാരണ. ഇത് ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മാനത്ത് ചന്ദ്രനെ കാണുമ്പോഴാണ് ഈ മറ്റേ റംസാൻ്റെ ഡേറ്റ് വരിക. അതതിൻ്റെ മതപണ്ഡിതന്മാർ പ്രഖ്യാപിക്കുമ്പോഴാണ് റംസാനായിട്ട് അംഗീകരിക്കപ്പെട്ട് ആഘോഷിക്കപ്പെടുക. അതിനെ കണക്കാക്കിയിട്ട് പിന്നീടാണ് അതിൻ്റെ തുടർച്ചയിലാണ് ബക്രീദ് വരിക. ഇപ്പോൾ ബക്രീദ് ഇപ്പോൾ പല സ്ഥലത്ത് പല ദിവസങ്ങളായിരിക്കും. ഇന്നാണ് വിദേശത്ത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് ബക്രീദാണ്. അപ്പോൾ ഇനി നമ്മളത് വരുന്നു, ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും നമ്മൾ അതാത് പ്രദേശത്തെ ദിവസം നോക്കി അത് ആഘോഷിക്കുക. ആ നിലയിലാണ് കേരളത്തിലെ 7-ാം തീയതിയാണ്. 7-ാം തീയതി അവധിയാക്കുകയാണ്. അപ്പോൾ 6 പ്രഖ്യാപിച്ചത് 7 അത്രയേ ഉള്ളൂ. അപ്പോൾ അവധിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, വേറെ പ്രശ്നമില്ല. അതേസമയം വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളാണ്, അവർക്കും കൂടി നേരത്തെ ഉണ്ടാക്കിയ കലണ്ടറാണ്. ആ കലണ്ടറിൽ വ്യത്യാസപ്പെടുത്തി അവർക്ക് കൂടി അവധി കൊടുക്കുക. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തുറന്ന സമീപനമാണ്. ഗവൺമെൻറ് കുട്ടികൾക്കും വിദ്യാലയങ്ങൾക്കും അവധി കൊടുത്തു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കത്തിൻ്റെയോ വിമർശനത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ഒന്നും പ്രശ്നം വരുന്നില്ല. ആർക്കും വിഷമമില്ലാത്തൊരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും വളരെ സാഹ്ലാദം ഈ ബക്രീദ് ആഘോഷിക്കുക. ഞങ്ങളാണ് ചില ബക്രീദ് ആശംസകൾ എല്ലാവർക്കും നേർന്നിരിക്കുക. കാർഡും കൊടുത്തിട്ടുണ്ട്. അല്ല, പ്രതിപക്ഷം അങ്ങനെയൊക്കെ പറയണ്ടേ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷം അങ്ങനെ എൻ്റെ അറിവിലില്ല. ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാം എൻ്റെ അറിവിലൂടെ തന്നെ ആവണമെന്നില്ലല്ലോ. നമ്മളിപ്പോൾ പ്രതിപക്ഷം പറയുന്നതിന് എപ്പോഴും എന്തായിരിക്കും, ഒരു പ്രതിപക്ഷമാവണമല്ലോ. അപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറയുന്നതിന് എതിരായി പറയുന്ന പക്ഷം എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ അതവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനോട് ബേജാറായിട്ട കാര്യമില്ല. മലപ്പുറത്തെ സംബന്ധിച്ച് നേരത്തെ CPM മലപ്പുറത്തോടുള്ള അവഹേളനമുണ്ട്. മുഖ്യമന്ത്രിയുടെ ലേഖനം, അതിനു മുമ്പ് തന്നെ ഉള്ള VS അച്യുതാനന്ദ പരാമർശങ്ങൾ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാനുള്ള രീതിയിൽ ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടുന്നത്. അത് ഈ ഞങ്ങൾ നേരത്തെ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇത് വിശദീകരിച്ചാൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുക പ്രതിപക്ഷത്തിനാണ്. ഇവിടെ രേഖകളുണ്ട്, ചരിത്രം ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും മലപ്പുറവുമായി ബന്ധപ്പെടുത്തി, ജില്ലയുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ ബാക്കി മലപ്പുറത്തിന് ഒരു മത അടയാളം കൊടുക്കണ്ട. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലപ്പുറത്തിനെ മതം കൊണ്ട് അടയാളപ്പെടുത്തുന്ന പ്രവർത്തനമാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അങ്ങനെ പാടില്ല. അത് രാഷ്ട്രീയമായി മതത്തെ ദുർവിനിയോഗം ചെയ്യുന്നൊരു പ്രക്രിയയാണ്. തുടർച്ചയായിട്ട് UDF അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം UDFൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതവർഗീയതയുമായി സ്ഥിരമായി സന്ധി ചെയ്യുന്ന രാഷ്ട്രീയമാണ് UDFനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇപ്പോൾ അതേപോലെ തന്നെ ഇന്നലത്തെ രാജ്ഭവനിലെ ഒരു പരിപാടി, കാവിക്കൊടി പിടിച്ച ഭാരതാംബയ്ക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെയാണ് രാജ്ഭവനെ വീണ്ടും സംഘപരിവാരവൽക്കരിക്കുന്നു, പുതിയ ഗവർണറും ആ നിലയിലേക്ക് പോകുന്നു എന്നല്ലേ? അല്ല, ഇത് ഗവർണർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്. ആ ഭരണഘടനാ പദവി അനുസരിച്ച് നിർവഹിക്കേണ്ട കാര്യങ്ങൾ അവിടെ നിർവഹിക്കുക എന്നുള്ളതാണ് സാധാരണ കീഴ്വഴക്കവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗവർണർ പാലിക്കേണ്ട ഭരണഘടനാപരമായ ചുമതലകളാണ്. എന്നാൽ ഗവർണർക്ക് വ്യത്യസ്തമായ ഒരു അസ്തിത്വം ഉണ്ടെങ്കിൽ, അദ്ദേഹം അതാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനോടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഗവർണർ ഭരണഘടനാപരമായാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. രാഷ്ട്ര ചിഹ്നങ്ങളാണ്, ഭരണഘടന അംഗീകരിച്ച ചിഹ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത്. രാഷ്ട്രീയമായ ചിന്തകളും അഭിപ്രായങ്ങളും ഏത് മനുഷ്യനും വെച്ച് പുലർത്താവുന്നതാണ്. പക്ഷെ അത് ഭരണഘടനാ ചുമതലയുമായി കൂട്ടിക്കലർത്താതിരിക്കാനുള്ള ജാഗ്രത അതിപ്രധാനമാണ്.